പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ആവശ്യമില്ല, സഭാംഗത്തിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാവരും എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. പിന്നെ വലിയ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്ലോഗിങ്ങിനെ കുറിച്ച് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97 ജോറൻ ബർഗർ വെബ്ലോഗ് എന്ന് നാമകരണം ചെയ്യുകയും 99 വില്യം ബ്ലോഗ് എന്ന ഷോർട്ട് ചെയ്ത ബ്ലോഗിംഗ് ഇപ്പോൾ ആത്മപ്രകാശനത്തിനുള്ള ഒരു മാധ്യമമായിട്ട് മുന്നേറുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ജനകീയമായി കൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ നെറ്റ്വർക്കുകൾ തന്നെയാണ്. ഫേസ്ബുക്കും ഗൂഗിൾ പ്ലസും അതുപോലെ ഓർക്കൂട്ടും, ഇതിലെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങൾ മുതൽ കാമവും പ്രണയവും സയൻസും ടെക്നോളജിയും തത്വശാസ്ത്രങ്ങളും വേദങ്ങളും കക്ഷി രാഷ്ട്രീയ വാഗ്വാദങ്ങളെല്ലാം തന്നെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇരുന്നുകൊണ്ട് എല്ലാവരും സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്താണെന്ന് ചോദിച്ചാൽ ഏതൊരു കാര്യത്തിനും അതിന് നന്മയും തിന്മയും ഉണ്ട് എന്ന് പറയുന്നത് പോലെ അറിവ് സമ്പാദനത്തിനുള്ള ഒരു മാർഗമായിട്ട് ഇതിനെ ഉപയോഗിക്കാം എന്നുള്ളത് പോലെ തന്നെ മറുവശം വെറും സെക്സും അല്ലെങ്കിൽ ലവും അല്ലെങ്കിൽ വർഗീയതയും തീവ്രവാദ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും ഈ ഇത്തരം സോഷ്യൽ നെറ്റ്വർക്കുകൾ പ്രൊഹിബിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വേറൊരു സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഇത് പൊളിറ്റിക്കൽ ഇമ്പാക്ട് വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, ഈജിപ്തിലെ കരീം അമർക്ക് എന്ന് പറയുന്ന ബ്ലോഗർ അന്നത്തെ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കിനെതിരെ എഴുതിയതുകൊണ്ട് 3 വർഷം ജയിലിൽ കിടന്ന. അതുപോലെ മ്യാൻമറിൽ ഒരു ബ്ലോഗർ. അപ്പോൾ ഇത് ശരിക്കും ശക്തമായ മാധ്യമമായിട്ട് തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ അതിൽ സർഗാത്മക രചന നടത്താൻ ആവശ്യമുള്ളവർക്ക് ആ രീതിയിലുള്ള പഠനം നടത്താൻ സഹായിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.